പാലക്കാട് ചിറ്റൂരിൽ വീണ്ടും കള്ളിൽ കഫ് സിറപ്പ്. നാവക്കോട് ഷാപ്പിലാണ് കഫ് സിറപ്പ് കണ്ടെത്തിയത്. 2024 ജൂലൈയിലാണ് സാമ്പിൾ ശേഖരിച്ചത്. പരിശോധനയിൽ ബെനാട്രിൽ എന്ന രാസപദാർത്ഥവും കണ്ടെത്തി. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കള്ളിൽ കഫ് സിറപ്പ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഗൗരവകരമായിട്ടുള്ള സംഭവമാണ്. നിരന്തരം ഇങ്ങനെയൊരു കാര്യം അവിടെ സ്ഥിരമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ചിറ്റൂര് കേന്ദ്രീകരിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വലിയ തരത്തിലുള്ള പരിശോധന കഴിഞ്ഞ 2 വർഷമായി നടത്തിവരികയാണ്. പ്രത്യേകിച്ച് ഈ കള്ളുമായി ബന്ധപ്പെട്ട് കള്ളിൽ മായം ഉൾപ്പെടെ പുതിയ രാസപദാർത്ഥങ്ങളൊക്കെ കള്ളിൽ ചേർക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ടെസ്റ്റിംഗ് പാറ്റേണിന് നിന്ന് വ്യത്യസ്തമായി പുതിയ സാധ്യതകൾ ഷാപ്പ് ഏരിയയിലേക്ക് മായം ചേർക്കുന്നവർ തേടുന്നു എന്നുള്ളതാണ് എക്സൈസിന് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനകളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കാര്യത്തിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ എക്സൈസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ ഷാപ്പിന്റെ ലൈസൻസി ആയിട്ടുള്ള ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആർ സുജാത, അതേപോലെ തന്നെ ആ പരിശോധന സമയത്തെ ജീവനക്കാരനായിരുന്ന രാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ ചിറ്റൂർ റേഞ്ചിലെ 6ാം ഗ്രൂപ്പിന്റെ നാവക്കോട് കള്ള് ഷാപ്പിലാണ് ഈ ചുവമരുന്നിൽ ചേർക്കുന്ന ബെനാട്രിൽ എന്ന രാസപദാർത്ഥം കണ്ടെത്തിയത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ 2024 ജൂലൈയിലാണ് സാമ്പിൾ ശേഖരിച്ചത്. ഇതിന്റെ പരിശോധനയെല്ലാം തന്നെ വലിയ സമയമെടുക്കുന്ന കാര്യമാണ്. കാരണം ഒരുപാട് പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി. കാരണം നീണ്ട സമയം എടുക്കും. ഏത് പദാർത്ഥമാണ് ചേർത്തതെന്ന് കണ്ടെത്താനായി നിരന്തരം പരിശോധനയൊക്കെ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് മറ്റ് ഷാപ്പുകളിലും ഇത്തരത്തിൽ ചേർക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഡയറക്റ്റായി വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല ഈ കാര്യം എന്നതാണ് ഇപ്പോൾ എക്സൈസ് നേരിടുന്ന പ്രതിസന്ധി. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷാപ്പുകൾക്കെതിരെയുള്ള തുടർ നടപടി സ്വീകരിക്കുക. ശരി അജിത്, പാലക്കാട് ചിറ്റൂരിലാണ് വീണ്ടും കള്ളിൽ കഫ് സിറപ്പ് കണ്ടെത്തിയിരിക്കുന്നത്.